അപ്പോൾ കേരളത്തിലും SIR നടപ്പാക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. 23 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ SIR നടപ്പാക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തെ ഒഴിവാക്കണം എന്ന ഒരു ആവശ്യം കേരളം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നടപ്പായിട്ടില്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. മറ്റ് 12 ഇടങ്ങളിൽ SIR നടപ്പാക്കുന്നതിനൊപ്പം കേരളത്തിലും നടപ്പാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലും നടപ്പാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുകയാണ്. കേരളത്തിന്റെ സമയം നീട്ടി നൽകണമെന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ SIR നടപ്പാക്കുന്നു. 23 വർഷങ്ങൾക്ക് ശേഷം കേരളം ഈ പ്രക്രിയയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ SIR നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ പരിഗണനയിലിരിക്കെയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഈ SIR നടപ്പാക്കാനുള്ള നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം കേൾക്കാം. कल से SIR शुरू होने वाला है. अंडमान एंड निकोबार आइलैंड यूनियन टेरिटरी, स्टेट छत्तीसगढ़, गोवा, गुजरात, केरल यूनियन टेरिटरी लक्षद्वीप, मध्य प्रदेश, पुदुचेरी यूनियन टेरिटरी, राजस्थान, तमिलनाडु, उत्तर प्रदेश, वेस्ट बंगाल, इन 12 राज्यों में कुल मतदाता 51 करोड़ के लगभग हैं. लगभग 5,33,000 बूथ लेवल ऑफिसर्स इस महान कार्य में अपना योगदान देंगे. അപ്പോൾ 23 വർഷങ്ങൾക്ക് ശേഷം 2002 ഇതിനു മുൻപ് കേരളത്തിൽ SIR നടപ്പിലായത്. അത് പ്രകാരം കേരളത്തിൽ 2.24 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ആ പ്രക്രിയയിലേക്ക് കേരളം അടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമായിരിക്കുന്നു. കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ്. അഭിലാഷ്, കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് SIR നടപ്പാക്കാനുള്ള ഒരു തീരുമാനം വരുന്നത്. വലിയ രാഷ്ട്രീയ പരമായ പ്രത്യാഘാതങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിച്ചത്? കേരളത്തോടൊപ്പം മറ്റെവിടങ്ങളിലൊക്കെയാണ് SIR നടപ്പാക്കുന്നത്? രേണുക, വോട്ടർ പട്ടികയുടെ തീവ്ര റിവിഷൻ അതിപ്പോൾ നാളെ മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. നാളെ മുതൽ അത് ആരംഭിക്കും. എല്ലാ പോളിംഗ് ഓഫീസേഴ്സും അതുപോലെ ചീഫ് ഇലക്ടർ ഓഫീസേഴ്സും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശീലനങ്ങൾ നാളെ മുതൽ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ, അതിൽ യൂണിയൻ ടെറിട്ടറീസും സംസ്ഥാനങ്ങളും പെടും. അങ്ങനെ 12 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ SIR നടപ്പാക്കാൻ പോകുന്നത്. അതിൽ ഇപ്പോൾ തമിഴ്നാടുണ്ട്, പുതുച്ചേരിയുണ്ട്, ആസാമുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഗോവയുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, രാജസ്ഥാനുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട് തുടങ്ങി പ്രധാനപ്പെട്ട അടുത്ത 2026 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ SIR നടപ്പാക്കാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഗ്യാനേഷ് കുമാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഈ SIR-നെ കുറിച്ച് വിശദീകരിക്കാനും മറ്റന്നാൾ മുതൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരും ഡിസ്ട്രിക്ട് പോളിംഗ് ഓഫീഷ്യൽസും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ നേരിൽ പോയി കണ്ട് സംസാരിക്കണമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതായത് നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു SIR 2026 ഫെബ്രുവരി 7-ന് അവസാനിപ്പിക്കും. അതായത് 2026 ഫെബ്രുവരി 7-ാം തീയതി പുതുക്കിയ പട്ടിക നിലവിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് കേരളത്തിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് 2026 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും നടക്കുക. അതിന് ഒരു മാസം മുമ്പ് തന്നെ കൃത്യമായി കേരളത്തിലും പുതുക്കിയ വോട്ടർ പട്ടിക ലിസ്റ്റ് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിനോട് നേരിട്ട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ കേരളത്തിനെ SIR നടപ്പാക്കുന്നതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. കേരള നിയമസഭയിൽ SIR നടപ്പാക്കില്ലെന്ന് പറഞ്ഞു പ്രമേയം പാസാക്കിയിരുന്നു. എന്നാൽ അതിനെ എല്ലാം തള്ളിക്കൊണ്ടാണ്, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ഗ്യാനേഷ് കുമാർ കേരളം ഉൾപ്പെടുന്ന പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിലുണ്ടാവും. കേരളത്തിൽ അവസാനമായി ഒരു
വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് 2002-ലാണ്. അന്ന് 2,24,00,000 വോട്ടർമാരായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2,78,00,000-ത്തോളം ആൾക്കാരുണ്ട്. അതായത് 54 ലക്ഷത്തിലധികം ആൾക്കാർ ഇപ്പോൾ വോട്ടർ പട്ടികയിലുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ വോട്ടർ പട്ടിക പുതുക്കുമ്പോൾ ഇവരുടെ എണ്ണം കുറയുമോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. കാരണം ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ ഏതാണ്ട് 65 ലക്ഷത്തിലധികം ആളുകൾ പട്ടികയിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കും. അഭിലാഷ്, ഇതിൽ ഏതൊക്കെ രേഖകൾ ഹാജരാക്കാം, ഏതൊക്കെ രേഖകളാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ആശങ്ക ബീഹാറിൽ ഉടലെടുക്കുകയും പിന്നീട് അത് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്ത സാഹചര്യമൊക്കെ നിലനിന്നത്. അതിനുശേഷം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ആധാർ ഒരു രേഖയായി പരിഗണിക്കാമെന്ന നിർദ്ദേശം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ തന്നെ ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? അതോ ബീഹാറിൽ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ രീതിയിൽ തന്നെയാകുമോ കേരളത്തിലും മറ്റ് ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള ഇടങ്ങളിലും SIR നടപ്പാക്കുക? രേണുക, ഇപ്പോൾ ബീഹാറിലെ വിഷയം ഇപ്പോൾ കോടതിയിൽ ഇരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേണുക പറഞ്ഞതുപോലെ ആധാർ കാർഡിനെ ഒരു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡായിട്ട് കാണാൻ കഴിയില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. എന്നാൽ ആ വിഷയം സുപ്രീം കോടതി പോകുമ്പോഴാണ് ആധാർ കാർഡിനെ ഒരു പൗരത്വ ഐഡന്റിറ്റി കാർഡായിട്ട് കാണാൻ കഴിയില്ലെങ്കിൽ പോലും അതിനെ ഒരു ഇലക്ഷൻ വോട്ടിടാൻ പോകുന്ന സമയത്ത് അതിനൊരു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. ആ ഒരു കാര്യം ഇത് തന്നെയായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാവുക. മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ വോട്ടിടാൻ പോകുന്ന സമയത്ത് തിരിച്ചറിയൽ കാർഡിനായിട്ട് ആധാർ കാർഡ് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കാരണം സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ് ആധാർ കാർഡിനെ കൂടെ ഉൾപ്പെടുത്തണമെന്നുള്ളത്. പാസ്പോർട്ട് അടക്കമുള്ള മറ്റ് രേഖകൾ ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് ആധാർ കാർഡിനെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ സുപ്രീം കോടതി അതിനെ എതിർത്താണ് ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ നാളെ മുതൽ തന്നെ കേരളമടക്കമുള്ള 12 സംസ്ഥാനങ്ങളിൽ നാളെ മുതൽ പോളിംഗ് ഒഫീഷ്യൽസിനും അതുപോലെ ചീഫ് ഇലക്ടറൽ ഓഫീസേഴ്സും കൃത്യമായ രീതിയിൽ ഈ SIR നടപ്പാക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും ട്രെയിനിങ്ങും നാളെ മുതൽ ആരംഭിക്കും. അതിനുശേഷം പല രീതിയിലുള്ള കടമ്പകൾ കടന്ന് അവസാനം 2026 ഫെബ്രുവരി 7-ന് പുതുക്കിയ പട്ടിക പ്രഖ്യാപിക്കും. അങ്ങനെ വരുമ്പോൾ അഭിലാഷ് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വി ശിവദാസൻ MP ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ശിവദാസൻ, നോക്കൂ, കേരളത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഒരു ഇളവ് വേണമെന്നൊരാവശ്യം കേരളം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരുന്നു എന്ന പ്രഖ്യാപനമാണ് ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? രാജ്യത്ത് ജനങ്ങളുടെ അഭിപ്രായത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇന്ത്യ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയും അദ്ദേഹം ശുപാർശ ചെയ്ത മന്ത്രിയും ചേർന്ന് നിയമിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്.